വിരലൂറുന്ന ശീലം, അല്ലെങ്കിൽ നഖം കടിക്കുന്ന ശീലം, വായ തുറന്നു വെച്ച് ഉറങ്ങുന്ന ശീലം. അപ്പം അത്തരത്തിലുള്ള ചില ശീലങ്ങൾ 5 വയസ്സിന് ശേഷം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ഇടയ്ക്ക് ഈ ഹാബിറ്റ് കറക്ഷൻ അപ്ലയൻസസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി ഉടനെ ഈ ഉപകരണങ്ങളിലോട്ട് പോവുകയല്ല, തംസക്കിങ് അല്ലാതെ വേറെ ഈ നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കുന്നത്. എന്തെങ്കിലും കയ്പുള്ളതോ എരിവുള്ളതോ ആയിട്ടുള്ള ലായനികൾ തേച്ച് കൊടുക്കുക. ഈ തമ്പ് ഇങ്ങോട്ട് എത്തുന്നതുകൊണ്ടാണല്ലോ സക്ക് ചെയ്യുന്നത്, അപ്പോൾ ചില തള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൈ സ്പെഷ്യൽ ഷർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ട്, വെൽക്രോ ഘടിപ്പിച്ച. അപ്പോൾ നമ്മുടെ തമ്പ് ഇങ്ങനെ വന്നിങ്ങനെ സ്റ്റോപ്പായി നിൽക്കും. അപ്പോൾ രാത്രിയിൽ എത്ര ചെയ്താലും ഇതങ്ങോട്ട് എത്തില്ല. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സസ് കൊടുക്കാം. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ തം ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിരലുറ പോലത്തെ ഒരു അക്രിലിക് നിർമ്മിതമായിട്ടുള്ള ഒരു വീടുണ്ട്, തം ഹോം എന്നാണ് പറയുന്നത്. അപ്പോൾ കോഴിയെ നമ്മൾ കോഴിക്കൂട്ടിലാക്കുന്ന പോലെ, അല്ലെങ്കിൽ പട്ടിയൊക്കെ നമ്മൾ നായക്കുട്ടിയൊക്കെ കൂട്ടിലാക്കുന്ന പോലെ ഈ തമ്പിനും രാത്രി കിടന്ന് ഉറങ്ങണം, ഒരു കൂടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു വീട്ടിലാക്കുക, കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തം ഹോം കൊടുക്കുക എന്നുള്ളതൊരു കോൺസെപ്റ്റാണ്.